മരിച്ച കാസർഗോഡ് സ്വദേശി രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീഖ്, ഈ മൃതദേഹം എപ്പോൾ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് കരുതുന്നത്? സംസ്കാര ചടങ്ങുകൾ പലരുടെയും സംസ്കാരം ഇന്ന് ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുന്നു. രഞ്ജിത്തിന്റെ സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകുമോ? കാസർഗോഡ് സ്വദേശികളായ രണ്ടുപേരുടെയും സംസ്കാരം ഇന്ന് തന്നെ നടക്കും എന്നാണ് കുടുംബങ്ങൾ അറിയിച്ചത്. ഇപ്പോൾ ഞാനുള്ളത് രഞ്ജിത്തിന്റെ വീട്ടിലാണ്. രഞ്ജിത്തിന്റെ മൃതദേഹം എത്തിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ ഇവിടെ പൊതുദർശനത്തിന് വെക്കും. പൊതുദർശനം കഴിഞ്ഞ ഉടൻ തന്നെ ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വീടിനോട് ചേർന്നിട്ടുള്ള കുടുംബ ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. അതിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള അയൽക്കാരന്റെ വീടിനോട് ചേർന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇതിനായി പ്രത്യേക സൗകര്യം പൊതുദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. പൊതുദർശനത്തിൽ നാട്ടുകാരും കുടുംബാംഗങ്ങളും വിവിധ മേഖലകളിലുള്ള ആളുകൾ എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി ജില്ലാ കളക്ടറാണ് രഞ്ജിത്തിന്റെ വീട്ടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിച്ചേരുക. ഇന്ന് 8 മണിയോടുകൂടിയെങ്കിലും ആംബുലൻസ് ഇവിടെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 9 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനാവും എന്ന് കുടുംബാംഗങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഈ രഞ്ജിത്ത് വലിയ ഒരു സാധാരണ കുടുംബാംഗമായിരുന്നു. കൂലിപ്പണിയായിരുന്നു അച്ഛന്. ഈ രഞ്ജിത്ത് പ്രവാസിയായതിനു ശേഷമാണ് കുടുംബം ഒന്ന് പച്ച പിടിച്ചത്. രഞ്ജിത്തിന്റെ സഹോദരനും പ്രവാസിയാണ്. സഹോദരൻ ഇന്നലെ ഈ മരണവിവരം അറിഞ്ഞതിനു ശേഷം ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ പുതിയ വീടിന്റെ കുടികൂടൽ ചടങ്ങിൽ പങ്കെടുക്കാൻ 1.5 വർഷം മുൻപാണ് രഞ്ജിത്ത് നാട്ടിലെത്തിയിരുന്നത്. രഞ്ജിത്ത് 1 മാസത്തിനു ശേഷം അടുത്ത 10-ാം തീയതി നാട്ടിൽ എത്തി വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഒക്കെ ഒരു സന്തോഷത്തിലായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്. അപ്രതീക്ഷിതമായി വന്ന ഈ മരണ വാർത്ത കുടുംബത്തെ ഏറെ തളർത്തിയിട്ടുണ്ട്. അമ്മ കഴിഞ്ഞ 2 ദിവസമായി വലിയ പ്രയാസത്തിലാണ്. അല്പസമയം മുൻപാണ് ഇവിടെയുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഡോക്ടർമാരടക്കമുള്ള സംഘം ഇവിടെ എത്തി അമ്മയ്ക്ക് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയിരുന്നത്. വലിയ പ്രയാസം ആ കുടുംബം. രഞ്ജിത്തിനൊരു പെങ്ങളുണ്ട്. പെങ്ങൾക്ക് ചെറിയ കുട്ടികളുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ഇവർ വലിയ രൂപത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ട്. സാധാരണക്കാരനായ രഞ്ജിത്തിന്റെ അച്ഛൻ കഴിഞ്ഞ 2 ദിവസമായി ആളുകളോട് വലിയ രൂപത്തിൽ പ്രതികരിക്കാനൊന്നും കഴിയാതെ സങ്കടത്തിൽ തന്നെയാണ്. രഞ്ജിത്ത് ഉൾപ്പെടെ ഈ നാടിന് തന്നെ വലിയ പ്രിയങ്കരനാണ്. സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ ധാരാളമായി ഇടപെടുന്ന, ഫുട്ബോളിനോടും ക്രിക്കറ്റിനോടും സംഗീതത്തോടും ഒക്കെ വലിയ പ്രിയമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് രഞ്ജിത്ത്. കുവൈറ്റിലും ഈ മലയാളി അസോസിയേഷന്റെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അവാർഡുകളൊക്കെ നേടുകയും ചെയ്യുന്ന ഒരു കലാകാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ കുവൈറ്റിൽ നിന്ന് ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ള കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശത്തുള്ള ആളുകൾ രഞ്ജിത്തിന്റെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. എല്ലാവർക്കും പങ്കുവെക്കാനുണ്ടായിരുന്ന രഞ്ജിത്തിന്റെ ഒരു സൗഹൃദവും അതോടൊപ്പം തന്നെ ഒരു നേതൃപാഠവുമാണ്. ചെറിയ ജോലിയിലാണ് ആദ്യം രഞ്ജിത്ത് പ്രവാസം തുടങ്ങിയതെങ്കിൽ പിന്നീട് തന്റെ മിടുക്കുകൊണ്ട് തന്നെ ഉയർന്ന ജോലിയിലേക്ക് എത്താൻ രഞ്ജിത്തിന് കഴിഞ്ഞിരുന്നു. അങ്ങനെ കുടുംബത്തിൻ്റെയൊക്കെ ഒരു പ്രാരാബ്ദം കാരണം ആദ്യം കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല. 34 വയസ്സാണ്. അപ്പോൾ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണം എന്ന വലിയ ആഗ്രഹം, ആ ആഗ്രഹത്തിനായി നാട്ടിലേക്ക് എത്താനുള്ള ഒരുക്കത്തിനിടയിലാണ് ഇങ്ങനെ ഒരു വലിയൊരു അപകടം നടക്കുകയും ആ അപകടത്തിൽ രഞ്ജിത്തിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. ഇതിന് സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് തൃക്കരിപ്പൂർ എളമ്പച്ചിയിലുള്ള കുഞ്ഞിക്കുകളു കഴിഞ്ഞ 25 വർഷമായി പ്രവാസിയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠിച്ച് അതിനുശേഷം പ്രവാസിയായതിനു ശേഷം 25 വർഷം പ്രവാസിയാണ്. നിരവധി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അത്താണിയായിരുന്നു കുഞ്ഞിക്കുകളു തന്റെ പ്രവാസം അവസാനിപ്പിച്ച് വിശ്രമ ജീവിതം നയിക്കാം. മരിച്ച 2 പേരുടെയും സംസ്കാരം ഇന്ന് തന്നെ നടക്കുമെന്നാണ് കരുതുന്നത്. 23 മലയാളികളുടെ മൃതദേഹങ്ങളാണ് നാട്ടിലേക്ക് ഇന്ന് രാവിലെ എത്തിച്ചത്. ഇപ്പോൾ